ഇന്നത്തെ എപ്പിസോഡിൽ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട മുൻ എപ്പിസോഡുകളിലുണ്ടായിരുന്ന ഭാഗങ്ങളുടെ തുടർച്ചയാണ് എടുക്കുന്നത്. പരീക്ഷയിൽ നമ്മുടെ മാർക്ക് കൂടുതൽ ഉയർത്തുന്നതിനും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പരീക്ഷയെ നേരിടുന്നതിനും വേണ്ട എല്ലാ കാര്യങ്ങളും കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിന് മുൻപിലാണ്. അപ്പോൾ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിനു മുൻപിലാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവയിലാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവയിലാണ്. ഇത്രയും ഭാഗങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കുവാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിനു മുൻപിലാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവയിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. ഈ ചോദ്യം പല ആവർത്തി PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് മന്നത്തു പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് മന്നത്തു പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് മന്നത്തു പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931.
ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ നേതാവ് P കൃഷ്ണപിള്ളയാണ്. അപ്പോൾ എന്താണ്, 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായിട്ട് മർദ്ദനമേറ്റ നേതാവ് P കൃഷ്ണപിള്ളയാണ്. പിന്നീട് നമുക്ക് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-നാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതെന്ന് നമ്മൾ പറഞ്ഞു. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-ആണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാട്ട് വെച്ചാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസൻ്റാണ്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയിൽ വെച്ചാണ്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KK എളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ നേതാവ് P കൃഷ്ണപിള്ളയാണ്. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാട്ട് വെച്ചാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസൻ്റാണ്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരി വെച്ചാണ്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയിൽ വെച്ചാണ്. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് 1920. അപ്പം നമുക്ക് 2 വർഷങ്ങൾ ഓർത്തു വെക്കാൻ കണക്ട് ചെയ്ത്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും 1920. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങൾ അറിയപ്പെടുന്നതാണ് മലബാർ കലാപമെന്ന്. അപ്പോൾ ഒന്നും കൂടി ഇത് നോക്കാം. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് 1920. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങൾ അറിയപ്പെടുന്നതാണ് മലബാർ കലാപമെന്ന്. മലബാർ കലാപം നടന്നത് 1921. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് KK എളപ്പനാണ്. എന്താണ്, മലബാർ കലാപം നടന്നത് 1921. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് KK എളപ്പനാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാനാണ്. മാറിപ്പോവരുത്. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് KK എളപ്പനും കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാനുമാണ്. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിട്ട് മാറിയത് 1934. എന്താണ്, ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിട്ട് മാറിയത് 1934. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറിയത് 1939. അപ്പോൾ ഗാന്ധിജി നിയമലംഘനം പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിലെ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിട്ട് മാറിയത് 1934. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറിയത് 1939. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള മുതലായവർ.
അപ്പോൾ കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നവരാണ് EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള മുതലായവർ. ഫറൂഖ് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. ഫറൂഖ് പാലം തകർക്കാനായിട്ട് ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവർ ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസുമായിട്ടാണ് KB മേനോനും കുഞ്ഞിരാമ കിടാവും ബന്ധപ്പെട്ടിരിക്കുന്നത്. കീഴരിയൂർ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലുള്ളൊരു സ്ഥലമാണ് ഈ കീഴരിയൂർ. 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. എന്താണ്? 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ കുഞ്ഞു മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ ഒരു കാരണം അതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. C ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് 1897 അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പം C ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായത് 1897 അമരാവതി സമ്മേളനത്തിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് C ശങ്കരൻ നായരാണ്. എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് C ശങ്കരൻ നായരാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതും C ശങ്കരൻ നായരാണ്. ഈ C ശങ്കരൻ നായരുടെ ഗ്രന്ഥമാണ് ഗാന്ധിജിയും അരാജകത്വവും. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. ആരാണ്? മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായിട്ടുള്ള പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടമുണ്ട്. അതാണ് മലയാളി മെമ്മോറിയൽ. ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 GP പിള്ളയുടെ നേതൃത്വത്തിലാണ് ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. 1896 ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ 1891 GP പിള്ളയുടെ നേതൃത്വത്തിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് സമർപ്പിച്ചതാണ് മലയാളി മെമ്മോറിയൽ. 1896 ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച് 5 വർഷം കഴിഞ്ഞ് 1896 ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ നാട് കടത്തിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പോൾ എന്താണ്? തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ നാട് കടത്തിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാ ആനുപാതികമായിട്ട് സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ 1932 നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. എന്താണ്? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ 1932 നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ മുതലായവരാണ്.
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938 എന്താണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് പട്ടം താണുപിള്ളയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് പട്ടം താണുപിള്ളയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. എന്താണ്? ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഒറ്റ വർഷം മുന്നേ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഈ സമരത്തെപ്പറ്റി C. കേശവൻ പറഞ്ഞെന്താന്ന് നോക്കാം നമുക്ക്. തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടയ്ക്കലിലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിൻ്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. ഇങ്ങനെ പറഞ്ഞത് C. കേശവനാണ്. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. 1936 ഇത് നടന്നത്. ഇത് നടന്നത് 1936. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെയാണ് ഇലക്ട്രിസിറ്റി സമരം നടന്നത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് 1941. എന്താണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് 1941. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് S. നീലകണ്ഠ അയ്യരും PR. കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് S. നീലകണ്ഠ അയ്യരും VR. കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് E. ഇക്കണ്ഠ വാര്യരും പനമ്പിള്ളി ഗോവിന്ദ മേനോനും K. അയ്യപ്പനുമാണ്. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവർ S. നീലകണ്ഠ അയ്യരും VR. കൃഷ്ണൻ എഴുത്തച്ഛനുമാണെങ്കിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന് പറയുന്നത് E. ഇക്കണ്ഠ വാര്യരും പനമ്പിള്ളി ഗോവിന്ദ മേനോനും K. അയ്യപ്പനുമാണ്. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് മഹിളാ സമ്മേളനം നടന്നത് 1931. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് മഹിളാ സമ്മേളനം നടന്നത് 1931. കോൺഗ്രസിൻ്റെ ആദ്യത്തെ മഹിളാ സമ്മേളനം വടകര സമ്മേളനമാണ്. ശ്രദ്ധിക്കുക, കോൺഗ്രസിൻ്റെ ആദ്യത്തെ മഹിളാ സമ്മേളനം എന്ന് പറയുന്നത് വടകര സമ്മേളനമാണ് 1931. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. ഓർത്തു വെക്കുക, പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മയാണ്. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാനും ആനി മസ്ക്രിനോ ആണ്. തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാനും ആനി മസ്ക്രിനോ ആണ്. ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ്. നമ്മൾ ആ കഥ സ്കൂൾ കാലഘട്ടം തൊട്ട് കേൾക്കുന്നതാണ്. അപ്പം ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ്. അടുത്തായിട്ടുള്ളത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. എന്താണ്? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഒറ്റപ്പാലത്ത് വെച്ചായിരുന്നു ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. ഏത് വർഷമാണ്? 1921 ഏപ്രിൽ 23. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ T. പ്രകാശമായിരുന്നു.
ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശത്തിനെയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനാണ്. എന്താണ്? 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനാണ്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി നിലവിൽ വന്നത് 1949 കേട്ടോ. 49 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും കൂടി സംയോജിച്ച് തിരുക്കൊച്ചി നിലവിൽ വന്നത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ചോദ്യമാണിത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS സൂചിപ്പിച്ച ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS സൂചിപ്പിച്ച ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1 നമ്മുടെ കേരള പിറവിയായിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ എന്നാണ് കേരള സംസ്ഥാനം രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ 1956 നവംബർ 1 മലബാറും തിരുവിതാംകൂറും കൊച്ചിയും കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരളം ഉണ്ടാക്കിയത്. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് ഇവയൊക്കെയാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ കാസർഗോഡും ഹോസ്ദുർഗുമാണ്. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ അത് ഹോസ്ദുർഗാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. എന്നും പറയുന്നത് പോലെ ആവർത്തിച്ച് കേൾക്കുക, കാര്യങ്ങളെ അത്രയും നല്ല രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയങ്ങളും മറ്റ് ചോദ്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് കൂടുതൽ അറിവുകളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.